ഏറെ ബഹുമാനപ്പെട്ട വരാപ്പുഴ അതിരൂപതയിലെ പരിസ്ഥിതി കമ്മീഷന്റെ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കർമ്മപ്പള്ളി, കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ ഡി തോമസ്, തുറവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാർട്ടിൻ, മെമ്പർ ജോസഫ്, തുറവൂർ കൃഷി ഓഫീസർ ശ്രീമതി മാരി, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഇടവകാംഗങ്ങളെ, വരാപ്പുഴ അതിരൂപതയിലെ ഇടവകകളിൽ പ്രവർത്തിച്ചു വരുന്ന പരിസ്ഥിതി ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ അതാത് പള്ളികളിൽ നടക്കുന്ന നേർച്ച സദ്യയ്ക്ക് മുന്നോടിയായി ഇടവകയുടെ കീഴിലുള്ള തരിശു കിടക്കുന്ന സ്ഥലങ്ങളിൽ കൃഷിയോഗ്യമാക്കിക്കൊണ്ട് ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയുടെ ഉദ്ഘാടന കർമ്മമാണ് അല്പസമയത്തിനുള്ളിൽ ഇവിടെ നടക്കുന്നത്. വരാപ്പുഴ അതിരൂപതയിലെ ഇടവകകളിൽ ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇടവകകളിലെ തരിശു ഭൂമികളിൽ ജൈവ പച്ചക്കറി കൃഷി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. അതിരൂപതയിലെ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിക്കുന്നത് ഈ ഇടവകയുടെ നാഥൻ കൂടിയായ ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളിയാണ്. കഴിഞ്ഞ കോവിഡ് കാലം മുതൽ വരാപ്പുഴ അതിരൂപതയുടെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് വളരെ ശക്തമായ പ്രവർത്തനമാണ് സെബാസ്റ്റ്യൻ കറുകപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഇടവകകളിൽ നടന്നു വരുന്നത്. അച്ഛൻ യൂദാവനം ഇടവകയിലേക്ക് കടന്നതോടുകൂടി ഈ ഇടവക പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രശസ്തി ആർജിച്ചു. ഇന്ന് ഏവർക്കും മാതൃകയായി നേർച്ച സദ്യയ്ക്കും വേണ്ടിയുള്ള ജൈവ പച്ചക്കറി കൃഷി ഇവിടെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ, ഇന്നത്തെ ദിവസം തുടക്കം കുറിക്കുമ്പോൾ അതിനായി ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ടാതിഥികൾക്ക് ഇവിടെ കൂടി ഞാൻ എല്ലാവരുടെയും പേരിലുള്ള സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും മാതൃകയായ ഈ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്ന യൂദാവനം പരിസ്ഥിതി ക്ലബ്ബ് പ്രവർത്തകർക്കും അതിനെ ചുറ്റാൻ പിടിക്കുന്ന സെബാസ്റ്റ്യൻ കറുകപ്പള്ളിയച്ഛനും ഏറെ സ്നേഹത്തോടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ സംസാരിക്കുന്നു. നമ്മുടെ തിരുനാൾ എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളോട് മാത്രം സംഭവിക്കേണ്ട ഒരു നന്മയല്ല, മറിച്ചതുപോലെ സാംസ്കാരികമായും കാർഷികമായും ഒക്കെ നല്ല ഒരുക്കത്തോടുകൂടെ പൂർത്തിയാക്കേണ്ട ഒരു കാര്യമാണ്. ആത്മീയതയും അതോടൊപ്പം സംസ്കാരവും രണ്ടല്ല, കൂടുതൽ ഒരുമയോടുകൂടെ പോകേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒക്ടോബർ 29-ാം തീയതി ഏകദേശം ഇവിടെ വന്നു ചേർന്ന് 3.5 ലക്ഷത്തോളം പേർക്കുള്ള സദ്യക്കുള്ള ഒരുക്കം പ്രാർത്ഥനയോടുകൂടെ ആരംഭിച്ച് അത് രണ്ടാമത്തെ ഘട്ടത്തിൽ ഇപ്പോൾ കാർഷിക പ്രവർത്തനങ്ങൾ ഉദ്ഘാടനമായി നിൽക്കുകയാണ്. ഈ ഒരു സംരംഭത്തെ എല്ലാവരും ഏറ്റെടുത്ത്, അതായത് നമ്മുടെ ഈ ദേവാലയത്തിൽ സ്ഥിരമായി വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന 40,000-ഓളം കുടുംബാംഗങ്ങളുണ്ട്. ആ കുടുംബാംഗങ്ങളുടെ ഭവനങ്ങളിലും ഇതുപോലെ കൃഷികൾ ആരംഭിക്കാമെന്നാണ് തീർത്ഥാടകർ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ആ വലിയൊരു സംരംഭമാണ് ഇത്. അപ്പോൾ ഓരോ കുടുംബങ്ങളിലും വ്യക്തിപരമായി ഓരോരുത്തരും ഉണ്ടാക്കുന്ന പച്ചക്കറികൾ ദേവാലയത്തിൽ അന്നത്തെ ദിവസം കൊണ്ടുവരികയും അങ്ങനെ ഒരു ജൈവ വിശുദ്ധിയാർന്ന ഒരു സദ്യ ഇവിടെ ഒരുക്കുന്നതിനും രാസ മാലിന്യം ഉൾപ്പെടാത്ത ഒരു ഭക്ഷണം കൊടുക്കുന്നതിനുള്ള ഒരു ഒരുക്കമാണ്. ഈ ഒരുക്കത്തെ ഹൃദയപൂർവ്വം ഏറ്റെടുത്ത എല്ലാ തീർത്ഥാടകർക്കും പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ തീർത്ഥാടകരായി എത്തുന്ന എല്ലാവർക്കും പച്ചക്കറി തൈകളും കൂടെ നൽകി അവരുടെ വീട്ടിനകത്ത് വച്ചുപിടിപ്പിച്ച് അതിൻ്റെ ഫലങ്ങളും കൂടെ ദേവാലയത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ഒരുക്കത്തിലാണ് പദ്ധതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതിയും വിചാരിക്കുന്നതിനോട് അധികം ഏറ്റെടുക്കട്ടെ എന്നിവിടെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. വികാരിയാഴ്ച ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട വൈദികരും ഏറ്റവും പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ സുഹൃത്തുക്കൾ, ഏറ്റവും ആദരണീയമായ ഒരു തീരുമാനമാണ് ഇന്ന് ഇവിടെ കൈക്കൊള്ളുന്നത്. നമ്മൾ ശുദ്ധമായ പച്ചക്കറി കൊണ്ട് തിരുനാൾ ആഘോഷിക്കാനുള്ള ഒരു മുന്നൊരുക്കം. ഈ വലിയ മുന്നൊരുക്കത്തിന് തുറവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ പിന്തുണയും
അതേപോലെ തന്നെ കൊളവൂർ കൃഷി ഓഫീസിലെ കൃഷി ഓഫീസർ ഉണ്ട്. അവരുടെ മുഴുവൻ മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇത്രയും നാൾ ഞാൻ ഈ പള്ളിയിലെ ഒരു വിശ്വാസി, ഈ പള്ളിയിലെ കുർബാനകളുടെയും ഈ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും ഒക്കെ ആരാധനക്രമത്തിൽ പങ്കാളികളാവുകയും ചെയ്യുന്ന ഒരാളാണ്. ഇത്രയും നാളത്തെ യൂത്ത് സദ്യയിൽ ഇങ്ങനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ വലിയൊരു തീരുമാനം എടുക്കാൻ മനസ്സ് കാണിച്ച വികാരിയച്ഛനെയും കമ്മിറ്റിക്കാരെയും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളോടെ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വികാരിയച്ഛൻ, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രിയും വേദിയിലുമായ ഉദ്ഘാടകൻ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, സഹകരണ സുഹൃത്തുക്കളെ, എൻ്റെ സഹപ്രവർത്തകർ, ബിജു ബൈജു, കൃഷി ഓഫീസർ, സഹകരണ സുഹൃത്തുക്കൾ, എന്തായാലും ഗുരുനാഥപുര പള്ളി ഇടവക ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെയാണ്. അവയായിട്ടാണ് ഈ അടുത്ത ഏരിയകളിലും ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ അറിയപ്പെടുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഒരു പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ച ബഹുമാനപ്പെട്ട വികാരിയച്ഛന് തുറവൂർ ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള നന്ദി അഭിനന്ദനങ്ങൾ നേരുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ തീരദേശയിൽ കറികളുണ്ടാവണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി വരണം. ആ സാഹചര്യത്തിലാണ് സ്വയം പര്യാപ്തത എന്നുള്ള നില ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അടുത്ത തിരുനാളിന് വിവിധ വീടുകളിൽ നിന്നും പച്ചക്കറി സ്വരൂപിച്ച് ഇവിടെ ജൈവ പച്ചക്കറി, വിഷമാലിന്യമില്ലാത്ത പച്ചക്കറി കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കണമെന്നുള്ള തീരുമാനം എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. ഈ തീരുമാനത്തിന് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പിന്തുണയും, അതോടൊപ്പം തന്നെ ഈ പച്ചക്കറി കൃഷിയിലെ പച്ചക്കറി തൈകൾ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വിട്ടുപോയതാണെന്ന് തോന്നുന്നു. പച്ചക്കറി തൈകൾ ഞങ്ങൾ പഞ്ചായത്തിലെ തന്നെ പച്ചക്കറി തൈകൾ ഈ ദിവസങ്ങളിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും. കൃഷി ഓഫീസറായിട്ട് ഞാനിപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ ഈ ദിവസങ്ങളിലും ഇതിന് പച്ചക്കറി തൈകൾ കൊടുക്കും. ഇതിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രൊഫസർ എ.വി. തോമസ് അവരുടെ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം.പി. മാർട്ടിൻ, നമ്മുടെ വികാരി സെബാസ്റ്റ്യൻ കറുകപ്പള്ളി, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, യൂദാപുരം ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന വിശ്വാസികളെ, നമ്മുടെ ഈ കൂട്ടുതിരുനാളിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അതിവിശിഷ്ടമായ കാര്യമാണ്. അത് വിഷരഹിതമായ രീതിയിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും ധന്യതയാർന്ന ഒരു കാര്യമാണ് അവിടെ ചെയ്യുന്നത്. നമ്മുടെ ഗ്രാൻഡ് പാരൻസ് എല്ലാം പാടത്തും പറമ്പിലുമെല്ലാം വളരെ കഷ്ടപ്പെട്ട് വിയർത്ത് ജോലിയെടുത്ത് അരിയും പച്ചക്കറിയും എല്ലാം നമുക്ക് ഉണ്ടാക്കി തന്ന് കഴിച്ചപ്പോൾ എല്ലാവരും വളരെ ആരോഗ്യവാന്മാരും ഒരസുഖവുമില്ലാതെ നമുക്ക് ചെറുപ്പകാലം മുതൽ വളർന്നു വരാനായിട്ട് സാധിച്ചു. പക്ഷെ ഇപ്പോൾ ഈ വിഷമുക്തമായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് ഒരുപാട് അസുഖങ്ങളും കുട്ടികൾക്കെല്ലാം വളരെ അധികം രോഗങ്ങളും ആണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ജൈവതോട്ടം എല്ലാ വീടുകളിലേക്കും എല്ലാ ആളുകളും അത് പുതിയ ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ ഉള്ള പരിശ്രമം നടത്തേണ്ടതാണ്. ഈ ഒരു പദ്ധതിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ട ആവശ്യമുണ്ട്. കാരണം ഞങ്ങൾ ഈ പരിപാടി പെട്ടെന്ന് ആലോചിച്ചതിൻ്റെ അച്ഛൻ ഞങ്ങളുടെ എല്ലാ യുവകത്തിൻ്റെ വക്കീലമെന്ന് വിളിക്കുന്ന സിരിന മേഡത്തിനെ വിളിച്ച് തോമസ് സാറിനെ കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് പറയില്ല. നമ്മുടെ എല്ലാം പ്രിയകരനായ പ്രൊഫസർ കെ.വി. തോമസ് സാറിനെ തന്നെ ഞങ്ങൾക്ക് ലഭിച്ചു ഈ പരിപാടിയുടെ ഉദ്ഘാടകനായിട്ട്. സാറിനെ വളരെയധികം തിരക്കുകളുണ്ടായിട്ട് പോലും ഈ പരിപാടിക്ക് നമ്മൾ 4:45 വന്നെങ്കിൽ പോലും 4 മണിക്ക് തന്നെ സാറിവിടെ എത്തി. വളരെയധികം സന്തോഷം. അതുപോലെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മുടെ യൂത്ത് സദ്യമായിട്ട് സാധാരണ നമുക്ക് ഇവിടെ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചാൽ പോലും ഓരോ വ്യക്തികളും അവരുടെ വീട്ടിലുള്ളതും അല്ലെങ്കിൽ പറമ്പിലുണ്ടാവുന്ന പച്ചക്കറികളടക്കമാണ് വന്ന് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഈ യൂത്ത് സദ്യ തിരുനാളിന് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നമ്മളങ്ങനെ അവർ പറയും, ഞങ്ങളോട് പറഞ്ഞ് പബ്ലിസിറ്റി
കൊടുക്കാമെന്ന് പറയും. അപ്പം നമ്മൾ ചെയ്യാറ് ചീത്തവണ അച്ഛൻ്റെ മനസ്സിൽ വന്നൊരു ആശയം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വിഭവങ്ങൾ എടുക്കുമ്പോൾ അതിൽ പരമാവധി സാധനങ്ങൾ നമുക്ക് ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കാം എന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ചിരിക്കുന്നത് അതിനോട് ചെയ്യാൻ വേപ്പില, മുരിങ്ങക്കായ, അതുപോലെ വാഴ, കപ്പ, ഇതുകൂടാതെ നമ്മുടെ പള്ളിയുടെ ബാക്കിൽ നമുക്കൊരു തോട്ടമുണ്ട്. അവിടെയാണ് പച്ചക്കറികൾ. ഇപ്പം നിങ്ങൾ ഈ ചടങ്ങുകൾ കഴിഞ്ഞാൽ അവിടെ ചെന്ന് നോക്കി അറിയാം, അവിടെ അതിമനോഹരമായിട്ടാണ് പച്ചക്കൃഷി ഒക്കെ ചെയ്തേക്കുന്നത്. ഞങ്ങൾ ഇന്നലെ തന്നെ ഈ പരിപാടിയുമായിട്ട് 2 ദിവസമായി. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം എടുത്തു പറയാനുണ്ട്. പണിക്കാരെ വെച്ചല്ല ഇതെല്ലാം ചെയ്യുന്നത്. ഇവിടുത്തെ വികാരിച്ചനും കൊച്ചനും കേന്ദ്ര സമിതി ഭാരവാഹികളും പാരിഷ് കൗൺസിൽ അംഗങ്ങളും ഇടവക ജനങ്ങളും ഇനി ഈ തീർത്ഥാടനങ്ങൾക്ക് വരുന്ന എല്ലാ ആളുകളും ഇതിനകത്ത് പങ്കാളികളാണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ആ രീതിയിലാണ് നമ്മൾ പൈസ കൊടുത്തോ ആരെ കൊണ്ടല്ല ചെയ്തത്, നമ്മൾ തന്നെ ചെയ്യും.